അങ്ങോട്ട് മാറ്റിയ കാലം വൃത്തിയാക്കാം. ബന്ധുക്കാർ വരുമെന്ന് അറിയുമ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലായിടത്തും വൃത്തിയാക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു. ശരി അമ്മടി അതേ ഇവിടെ കാണാൻ വൃത്തിയാക്കി. പക്ഷെ വെള്ളം എടുക്കണം, നമുക്ക് തുടയ്ക്കായിരുന്നു. ചോറെടുത്ത് ഉടുപ്പ് ഇത്ര ഇട്ടത് മാറിപ്പോയി. കുടിക്കാനല്ല, തുറക്കാൻ. അതിന്റെ അടിയിലാ പാട്. ഇതെങ്ങനെ അടിയിൽ പാട് വരുന്നത്? മുകളിൽ നനയ്ക്കുമ്പോ ഇതിന്റെ അടിയിലെ പാടല്ലേ? ഇത് പൊക്കാനും പറ്റില്ല. നീ നോക്കി നോക്കിയേ. ഭയങ്കര കഥായി. ഇതെങ്ങനെ അവിടെ കൊണ്ടുവന്നു നമുക്ക് ഉരുട്ടാൻ നോക്കിയാണ്. ഉരുളുന്നില്ല. ബന്ധുക്കാര് വരുന്ന പണിയാണ്. തൂക്കും മേശ തൂക്കുന്ന പണിയാണ്. ഓക്കെ, ബാക്കി സാധനങ്ങൾ എടുത്തോളൂ വെച്ചതാണ്. രണ്ട് മൊബൈല് നമ്മളിലേക്ക് വിളിക്കും. പതിനായിരം രൂപ മാടി വിൽക്കാൻ ഇത് നക്കി വെക്കില്ല. താഴെ താഴെ ടേബിൾ ചോദിക്കും. ആ അപ്പോൾ നമ്മൾ വന്നിട്ട് വയ്ക്കാം. ഇത് ഭയങ്കര നീളമായത് കുണി കുണിക്കണം. അത് ചുറ്റി വെച്ചിട്ട് താഴെ എല്ലാ വീട്ടിലും ഇങ്ങനെയാണ്. നിങ്ങളുടെയും വീട്ടിൽ ഇങ്ങനെയാണ് പറയണത്. ബന്ധുക്കാർ വരുമ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കുന്ന ഒരു പരിപാടി. ബന്ധുക്കാ സൂട്ടായി എൻ്റെ എണ്ണ ഹെൽമെറ്റ് തോടിക്കത്തില്ല. താക്കോല കത്തിയാണ് ടേപ്പ് ഇതിൻ്റെ ശാന്തിയുടെ മരുന്ന് ശബ്ദം വരുന്നല്ലേ? ഇതൊരു പണിയടി. ആ ടൈപ്പ് തന്നെ വെച്ചോ. ഇത് കുറച്ച് വൃത്തിയുള്ളത് മറ്റേ ആക്കിയതാണെങ്കിൽ ഇടിയാ ചൂലെടുക്കണേ. ഇവിടെ തൂക്കാം. ചക്കക്കുരു 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 വയ്ക്കാനുണ്ടോ? പൈസ എവിടെ നോക്കിയാൽ 1 രൂപ 2 രൂപ പൈസ. എവിടെ നോക്കിയാൽ 1 രൂപ 2 രൂപയ്ക്കാ. ഹെൽമെറ്റ് എവിടെ ചക്കക്കുരു ഏതാ ചാപ്പ്? അതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. അതിനുള്ള വീഡിയോ
ഞാൻ പിടിച്ചു നിർത്തിയതാ. ഞാൻ അറിയുന്നില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? അതാ പറഞ്ഞത്. ഇപ്പൊ ഈ പരിപാടിയാണോ? ദൈവമേ, അതാ സൂപ്പറല്ലേ? ഇതെന്താ പിന്നെ അതിന്റെ തലച്ചോടെ ഒന്നും അവരെ അവിടുത്തെ ഇച്ചിരി ഒതുക്കാതെ വരാൻ പറ്റത്തില്ലല്ലോ. ശരിയാ. ഇനിയിപ്പോ വന്നപാട് അവിടെ ഒന്നും ചെയ്യാൻ അങ്ങനെ പോകണ്ടേ? ഇവിടെ ഇപ്പൊ ഒരുപാട് നേരം ഇരിക്കുന്നില്ല, പോവാ. ജസ്റ്റ് കണ്ട് വിസിറ്റ് ചെയ്ത് സംസാരിച്ച് സ്നേഹാന്വേഷണങ്ങളൊക്കെ നടത്തി സുഖസുന്ദരമായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അതുപരന്മാരൊക്കെ പുതിയ പുതിയ ജോലി പരീക്ഷ ഈ ചൈനീസ് ഫുഡുകൾ അവർക്ക് ഫുള്ള് വേണ്ടേ. അവൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കും വൈകുന്നേരം ആകുമ്പോ. എല്ലാ ഓരോ ദിവസം ഓരോ നല്ലതാണോ? ചില എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല ചില സാധനങ്ങൾ. താക്കോലുണ്ടോ? ഹെൽമെറ്റ് എടുത്തോ. ഒരു ഹെൽമെറ്റ് മതി. ഓർമ്മ മതി. അതുപോലെ ഇവിടെ വരുന്നതായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആ വഴി മാറി. അല്ല അതുകൊണ്ടല്ല, വർത്താനം കേട്ടോണ്ടായിരിക്കും. ഫുള്ള് പറയാ. അപ്പൊ പാറക്കെട്ടുള്ളിടത്താ ഇത് അധികം കൂടുന്ന. നമ്മുടെ എല്ലാത്തോണ്ട് കണ്ടോ എന്റെ റബ്ബർ. മേലോട്ട് വീടില്ലല്ലോ. മേലോട്ട് ഇങ്ങോട്ടില്ല. ഇങ്ങോട്ടുണ്ടൊരു വീട്. നേരെ മേലോട്ടില്ല, ഈ സൈഡിലോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 2 വീടുണ്ട്. ഈ മുകളിലോട്ടുള്ളത് അപ്പുറത്തോടെ വഴി ഓരോരുത്തരുടെ വ്യക്തികളുടെ. അത് താഴെയുള്ളവരാ. ബാദ്രിപ്പട്ടിയാ. നമുക്കും ജലനിധിയുടെ അല്ല പഞ്ചായത്തിന്റെ വെള്ളം വരുന്നില്ല. അല്ല ഇത് വെച്ചാൽ നമുക്ക് കറണ്ട് അതിന് 5000 ലിറ്റർ വരെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. ബാക്കി വെള്ളത്തിന് അവര് കറണ്ട് പൈസ അടച്ചോ എപ്പോഴെങ്കിലും? ഇവിടെ വരാൻ തുടങ്ങിയിരുന്നേ. വരുന്ന വെള്ളം കലക്കവെള്ളമല്ലേ? അല്ലല്ലോ, നല്ല വെള്ളം. ഈ വെള്ളമല്ല, നമുക്ക് വേറെ വെള്ളമുണ്ട്. ഇത് വെള്ളമല്ല, കുറച്ച് കഴിയുമ്പോൾ വേറെ വരുള്ളൂ. എന്നാലും ബില്ല് അടക്കണമെങ്കിൽ ആൾക്കാർ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചില സ്ഥലത്തൊക്കെ 3 വർഷമായിട്ട് ഇങ്ങനെ വെള്ളം ഇട്ടൊന്നും എന്നാലും ബില്ല് അടച്ചോണ്ടിരിക്കും. ചിലടത്ത് ഇന്നാളെ ഒരാൾ പറയുന്നത് 20,000 രൂപ ഇപ്പൊ എടുക്കാതെ അടച്ചിട്ട്